അപ്പോൾ ഞാൻ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരിക്ക് ഞാൻ ഈ വെള്ളക്കടല കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വെള്ളക്കടലേൻ്റെ ചെറുതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം, വലുതും ചെറുതും. ഞാൻ ഇന്ന് എടുത്ത കടല ഇങ്ങനത്തെ ചെറിയതാണ് അതിൻ്റെ, അത് വെള്ളത്തിലിട്ടിട്ടാണ് അത്ര വലുതായിരിക്കുന്നത്. എൻ്റെ വലിയ കടലയാണിത്. അപ്പോൾ ഇതാണ് വലുതും ചെറുതും. ഇത് നമ്മൾ വെള്ളത്തിലിട്ടാൽ നല്ലോണം വലിയതാകും. ഇത് പെട്ടിട്ട് ഇത്ര വലിപ്പമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒരേ കടല തന്നെയാണ്, വലിപ്പ വ്യത്യാസം ഉണ്ട് തന്നെ ഉള്ളൂ. ഇതൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളകും ഒരു ചെറിയ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. പിന്നെ ഈ കറി ഞാനൊന്ന് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്, തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിക്ക് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയ ജീരകം, ഒരു നുള്ള ഉലുവി, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ പറന്ന് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തൂമിച്ചണം. അപ്പോൾ അതിക്ക് കുറച്ച് ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഇനി ഞാൻ കുക്കറിലാണ് കറി വെക്കുന്നത്. അപ്പോൾ കുക്കർക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർക്ക് നമ്മൾ അരിഞ്ഞ വലിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടെ നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളകും പൊടിയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇനി ഗരം മസാല പൊടിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. നമ്മൾ ഈ മസാലയ്ക്ക് നമ്മളെടുത്ത കടല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കടലേൻ്റെ ഒപ്പം വെള്ളം പാർന്ന് കൊടുക്കാം. ഈ കടലേൻ്റെ കുറച്ച് മേലേക്ക് വെള്ളം പാർന്നാൽ കുഴപ്പമൊന്നുമില്ല. വെച്ചിട്ട് 2 വിസിലടിച്ചിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റും കൂടി ചെറിയ തീയിലിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ തീ ഓഫാക്കുക. ഈ കടല വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്കുള്ള തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കാം. നമ്മൾ കറിയൊക്കെ ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവിയൊക്കെ പോയിട്ട് വേണം അത് തുറക്കാൻ. നമ്മൾ കടലൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ തേങ്ങ അരച്ചത് പാരാം. തീ ഓണാക്കി ഇട്ടിട്ട് വേണം നമ്മളിത് ഒഴിച്ചെടുക്കാൻ. എന്നിട്ട് ഈ തേങ്ങ ഒഴിച്ചതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇത് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൂമിച്ചാം. ഇനി തൂമിക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കറി ഒഴിച്ചേക്കാൻ എത്തിയിട്ടാണ് കുക്കറിൽ നിന്ന്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ച് നമ്മൾ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ നമ്മളെ കറി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തീ ഓഫാക്കിയാലും മൺചട്ടിയിലാകുമ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും ബീഫ് കറിയും ഒന്നും വേണമെന്നില്ല പൂരിക്ക്. ഈ കറി ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നല്ല രസമാണ് പൂരിക്ക്. ഞങ്ങൾ എപ്പോഴും പൂരി ഉണ്ടാക്കുമ്പോൾ ഈ കറിയാണ് ഉണ്ടാക്കൽ. അടുത്ത് ഞാനിന്ന് ഉണ്ടാക്കുന്ന എണ്ണക്കടി ബ്രെഡ് റോളാണ്. അപ്പോൾ ഇതിന് ഈ മസാല ഞാൻ ഫസ്റ്റത്തെ നോമ്പിന് സമൂസൊക്കെ ഉണ്ടാക്കിയതായിട്ട് കാണിച്ചു കഴിഞ്ഞില്ലേ, ആ മസാലേൻ്റെ ബാക്കി ഞാൻ എടുത്ത് വെച്ചതാണ് ഇന്ന് എടുക്കുന്നത്.
അപ്പോൾ ഇതുകൊണ്ട് ഈ മസാല കൊണ്ട് തന്നെ നമുക്ക് ബ്രെഡ് റോളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ബ്രെഡുകൾ എടുക്കുക. എന്നിട്ട് ആ ബ്രെഡിൻ്റെ ഈ തലപ്പത്തെ ഇത് കട്ട് ചെയ്ത് കളയുക. കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴോ വേറെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കുക. ഈ കട്ട് ചെയ്ത് വെള്ള ഭാഗം മാത്രം എടുത്ത ബ്രെഡില്ല, അതൊന്നും ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ബാക്കിയും ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡുകൾ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് കുറച്ച് പരത്തിയെടുത്താൽ മതി. നമ്മൾ മസാല കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ള കുറച്ച് പരത്തിയെടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും പരത്തിയെടുത്താൽ മതി. പിന്നെ നമുക്കിതൊക്കെ ആവശ്യമുള്ളത് മൈദപ്പൊടി ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയെടുക്കുക. അത് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മൈദപ്പൊടി ഇട്ടിട്ട് തുള്ളി വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കലക്കിയെടുത്താൽ മതി. പച്ചവെള്ളം കൂടെ കലക്കിയാൽ മതി. ഒരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അതൊക്കെ നമ്മളെടുത്ത് ചിക്കൻ്റെ മസാല അല്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ഇത് റോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡിലും നമുക്ക് ഈ മൈദ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മൈദ തേച്ച് കൊടുക്കുക ബ്രെഡിൻ്റെ തലപ്പത്ത് കൂടി. നമ്മൾ ഇത് റോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഇങ്ങനെ നെക്കി കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഒട്ടി നിൽക്കും. അപ്പോൾ നമുക്ക് ബാക്കി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ എല്ലാതും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 8 എണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയും ഇത്ര മസാല ബാക്കിയുണ്ട്. ഞാനിത് ഫ്രീസർക്ക് തന്നെ വെക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും കുറച്ച് എണ്ണക്കടി ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരുപാട് നോമ്പ് തുറക്കുമ്പോൾ തിന്നില്ല. പിന്നെ ദിവസം എണ്ണക്കടി ഉണ്ടാക്കിയൊക്കെ എവിടും വേണ്ടല്ലോ. അത് കരുതിയിട്ടാണ് കുറച്ച് എണ്ണക്കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്ത് വെച്ചാൽ ഇനി ഒരു ദിവസം കൂടി സമൂസ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ചൂടായി വന്നിട്ട് നമുക്ക് ഇത് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്നാകും. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാനാവും. പെട്ടെന്ന് ഇങ്ങനെ കളർ മാറി വരും. ബ്രെഡ് റോള് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഉള്ളതും കൂടി നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഞാൻ ഇന്ന് ഈ ബ്രെഡ് പൊരിച്ച എണ്ണയിൽ തന്നെയാണ് പൂരിയും പൊരിച്ചെടുക്കണത്. അപ്പോൾ എന്തായാലും ഈ എണ്ണ ചൂടായി വന്നതല്ലേ. അപ്പോൾ പൂരി ഇതിൽ തന്നെ ഞാൻ പൊരിച്ചെടുക്കണത്. എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പൂരിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാനതൊക്കെ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പാണ് പൊടി എടുക്കണത്. അപ്പോൾ അത് രണ്ടും പകുതിച്ച് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണ് പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് പകുതി ആക്കിയാൽ മതി. ഞാൻ 1 കപ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കാൻ കരുതിയിരിക്കണം. അപ്പോൾ അത് 1/2 കപ്പ് മൈദപ്പൊടി 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു എന്നുള്ളൂ. നിങ്ങൾ എടുക്കണ ഏത് അളവ് പാത്രത്തിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പകുതി മൈദപ്പൊടിയും പകുതി ഗോതമ്പ് പൊടി എടുത്താൽ മതി. പിന്നെ ഇതൊക്കെ 1 സ്പൂണിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പല്ല എടുത്തത്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം മതിയാകും. നമ്മൾ എടുക്കുന്ന പൊടിൻ്റെ പകുതി വെള്ളം മതി. അത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറച്ചീച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ ഇതിക്ക് 1 സ്പൂണ് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല മിക്സാക്കി എടുക്കാം. ഈ വെള്ളം ഇങ്ങനെ വേണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ പാർന്ന് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് പാർന്ന് കൊടുക്കണ്ട. ഇനി നമുക്കിത് കൈയൊന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം.
അതൊക്കെ വെള്ളം കുറച്ചും കൂടി ആവശ്യമുണ്ട്. പിന്നെ ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ചില പൊടികൾക്ക് നമുക്ക് നല്ല വെള്ളം വേണ്ടി വരും, ചില പൊടികൾക്ക് അത്ര വെള്ളം വേണ്ടി വരില്ല. അതുകൊണ്ടാണ്. ഇനി ഇതൊന്ന് നല്ലോണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ മാതിരി പത്തിരിക്കൊന്ന് കുഴക്കണ മാതിരി അത്ര നല്ലോണം കുഴക്കണ്ട, എന്നാലും ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റൊക്കെ വെക്കാം. എത്ര നമുക്ക് വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെക്കാം. വെച്ചിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക, എന്നിട്ട് അടച്ച് വെക്കുക. പൂരി എടുക്കുക, എന്നിട്ട് ഇതൊരു ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ അതുപോലെ ഉരുളകളാക്കി എടുത്തിട്ട് ഉരുളകൾ ഈ മെഷീനുമേ വെച്ചിട്ടാണ് ഞാൻ അമർത്തിയെടുക്കണത്. നമ്മളെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന മെഷീനിലെ അതിമേ. അപ്പോൾ അതിമ എണ്ണയാക്കി കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി ഈ ഉരുള അതുമ വെക്കുക, എന്നിട്ട് അമർത്തി കൊടുക്കുക. അപ്പം ഇങ്ങനെ അമർത്തിയെടുക്കുക. അപ്പോൾ എത്രത്തോളം നമുക്കിത് അമർത്തി വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം ഒക്കെ. പറ്റ കട്ടി കൊടുക്കണ്ട, നല്ല കട്ടിയിലാക്കി എടുക്കും വേണ്ട. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയ്ക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ പൂരി നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്, സൂപ്പറായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി പൂരിയും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. നമ്മൾ ഈ പൂരിൻ്റെ മാവ് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നൊക്കെ ഇങ്ങനെ പൊരിച്ചാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നല്ല ചൂടൊക്കെ നല്ല രസമുണ്ടാകും കഴിക്കാൻ. ഇന്ന് ജ്യൂസ് അടിക്കുന്നത് മാങ്ങ കൊണ്ടാണ്. അപ്പോൾ ഇത് പൗത്ത മാങ്ങയല്ല, ചെനച്ച മാങ്ങ ഉണ്ടാവില്ല, നല്ല പച്ചയല്ല എന്നാൽ പൗത്തിട്ടും ഉണ്ടാവില്ല, ചെനച്ചത്. ആ മാങ്ങ കൊണ്ട് അടിച്ചത്. ഇനി പച്ചമാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിക്ക് ചെറിയൊരു പൊട്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ വേണ്ടത് പഞ്ചസാര, ഉപ്പ് വേണം, കുറച്ച് ഉപ്പ് മതി, ഒരു നുള്ളിടാനാണ് അതിക്ക്. പിന്നെ നമുക്ക് അതിക്ക് വേണ്ടത് ഐസും കട്ട് ചെയ്യണം. മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ഇതാക്കിയ ഇഞ്ചി അതുപോലെ മാങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഐസും വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം അരച്ചെടുക്കുക. അടുത്ത ജ്യൂസ് ഒരു അരിപ്പിക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി വല്ല ചണ്ടി എന്തെങ്കിലുമൊക്കെ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് അരിച്ചെടുക്കാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ജ്യൂസ് അടിപൊളി മാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. തരി എന്നും ഉണ്ടാക്കുന്നത്. പിന്നെ കടലക്കറി, പിന്നെ നമ്മളെ പൂരി, പിന്നെ നമ്മളെ ചിക്കൻ ബ്രെഡ് റോള്, പിന്നെ നമ്മളെ ചെനച്ച മാങ്ങ കൊണ്ട് അടിച്ച നമ്മളെ ജ്യൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.